MGR ഇരുന്ന സമയത്ത് പോലും DMK എതിർത്തുകൊണ്ടാണ് MGR ADMK ഉണ്ടാക്കിയത്. അത് കണക്ക് ജയലളിത വന്ന സമയത്തും ജയലളിതയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ കരുണാനിധി സ്റ്റാലിനുമായിരുന്നു. അപ്പോൾ അത്രയും ശത്രുപക്ഷത്ത് നിന്നൊരു പാർട്ടിയെ കൂടെ കൂട്ടി ഒരു ഐക്യമുണ്ടാക്കി ഭരണപക്ഷത്ത് അല്ലെങ്കിൽ ഭരിക്കാമെന്നൊരു തന്ത്രം മെനഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പിന്നെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകില്ല. അതിൽ വിഷമിച്ചാണ് SP വേലുമണിയെ പോലുള്ള ആൾക്കാർ മറുകണ്ഠം ചാടിയത്. സ്വതന്ത്രമായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി പല ആൾക്കാരും പല രാഷ്ട്രീയ പാർട്ടിയെയും പോയി അതിലൊക്കെ മടുത്ത് ഇനി രാഷ്ട്രീയമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ യുവജനങ്ങൾ, അവർക്കാണെങ്കിൽ ഒരു രാഷ്ട്രീയം എവനെങ്കിലും നന്നായാൽ മതി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്വതന്ത്രമായി നിന്നുകൊണ്ട് സ്വതന്ത്രമായ ആശയങ്ങളും ചിന്താഗതിയും വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ കേരളത്തിൽ വേര് പിടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നാളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ നമ്മളോടൊപ്പം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവരെ സ്വീകരിക്കും. വിജയ് ഫാൻസ് എന്ന് പറയുന്നവർ നമ്മൾ പൈസ കൊടുത്ത് അവർ വന്ന ആൾക്കാരല്ല. അവർക്ക് വിജയോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആശയത്തോട് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ഇഷ്ടം കൊണ്ടൊക്കെയാണ് അവരൊരു ആരാധന മൂത്ത് വന്നതാണ്. അല്ല നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെ ആരെയും മാറ്റി നിർത്താതെ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വലിയൊരു മുന്നേറ്റം, ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അല്ല, കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ മാതിരി ഒരു പുതിയൊരു പാർട്ടി ആൾക്കാർ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഈ LDF ആയാലും UDF ആയാലും BJP ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് കാഴ്ചപ്പാടുള്ളൊരു പാർട്ടിയെ ആൾക്കാർ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ യുവജനങ്ങളായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാൽ പോലും അത് എന്തായാലും അത് നമുക്കിപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. കണ്ണൂർ നേരത്തെ പറഞ്ഞ കണ്ണൂർ CPMൻ്റെ അതൊക്കെ തകർന്നടിഞ്ഞില്ല. ഇപ്പോഴും പഴയ ആ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു TVക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആശയം പണ്ടത്തെ കാലമല്ല. പണ്ടാണ് ആൾക്കാർ അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഈ ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആര് നല്ല കാര്യം ചെയ്യും അവരെ കൂടെ നിൽക്കും. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇപ്പോഴത്തെ യുവജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ആ രീതിയിൽ അവർ ചിന്തിച്ചിട്ട് നല്ല കാര്യം ഈ പാർട്ടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാർട്ടിക്കൊപ്പം അവർ നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതായത് ഈ SP വേലുമണിയെ പോലുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പാർട്ടിയുടെ കൂടെ വന്നിരുന്നു? ഇല്ല, SP വേലുമണി ആദ്യമൊക്കെ ADMKയ്ക്കൊപ്പം തന്നെയാണ് നിന്നത്. അതായത് എടപ്പാളി പളനിസ്വാമിക്കൊപ്പം തന്നെയാണ് നിന്നത്. പക്ഷെ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതായത് DMKയും ഈ എടപ്പാളി പളനിസ്വാമി, സ്റ്റാലിനും പളനിസ്വാമിയും തമ്മിലൊരു അണ്ടർഗ്രൗണ്ട് ബന്ധം വന്നു. കാരണം ഇവർ വിജയെ മാറ്റാൻ വേണ്ടി അവർ രണ്ടുപേരും ഒന്നായിട്ട് DMKയ്ക്ക് സപ്പോർട്ട്, ADMKയ്ക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന് DMKയും അല്ലെങ്കിൽ DMKയ്ക്ക് സപ്പോർട്ട് കൊടുക്കാമെന്നൊരു ധാരണ വന്ന സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ADMK എന്നുള്ളൊരു പാർട്ടിയിലെ വിശ്വാസം നഷ്ടപ്പെടും. കാരണം കരുണാനിധിയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ MGR ഇരുന്ന സമയത്ത് പോലും DMK എതിർത്തുകൊണ്ടാണ് MGR ADMK ഉണ്ടാക്കിയത്. അത് കണക്ക് ജയലളിത വന്ന സമയത്തും ജയലളിതയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ കരുണാനിധി സ്റ്റാലിനുമായിരുന്നു. അപ്പോൾ അത്രയും ശത്രുപക്ഷത്ത് നിന്നൊരു പാർട്ടിയെ കൂടെ കൂട്ടി ഒരു ഐക്യമുണ്ടാക്കി ഭരണപക്ഷത്ത് അല്ലെങ്കിൽ ഭരിക്കാമെന്നൊരു തന്ത്രം മെനഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പിന്നെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകില്ല. അതിൽ വിഷമിച്ചാണ് SP വേലുമണിയെ പോലുള്ള ആൾക്കാർ മറുകണ്ഠം ചാടിയത്. അപ്പം അതുകൂടി വിജയ്ക്ക് ഗുണകരമായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അജയ്യനായ നേതാവായി ഇനി മാറാനുള്ള സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം 156ഓളം അംഗങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയൊരു ശക്തിയാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാലെടുത്തുവെപ്പ് എങ്ങനെയായിരിക്കും? ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോൾ 4 സ്റ്റേറ്റുകളിലാണ് നോക്കുന്നത്. ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര. ഈ 4 സ്റ്റേറ്റുകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തുടങ്ങാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കർണാടകയിലെയും ആന്ധ്രയിലെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചില്ല? തുടക്കം അതൊക്കെ ഈ ജൂൺ ലാസ്റ്റോട് കൂടി ജൂലൈ ആദ്യവാരം മുതലേ അതിൻ്റെ തുടങ്ങും. ഞാൻ പറഞ്ഞില്ല, ഇപ്പം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരത്തിൽ വന്ന് ഇനി കുറച്ച് സംഘടനാ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇപ്പം അത് അടുത്ത മീറ്റിങ്ങിനോടുകൂടി ബാക്കി കാര്യങ്ങൾ കടക്കും. നിലവിൽ കേരളത്തിൽ സതീഷ് തോന്നക്കലല്ലാതെ മറ്റാരെങ്കിലും ഇതിന്റെ നേതൃനിരയിലുണ്ടോ? ഇപ്പോൾ ആരും വന്നിട്ടില്ല, ആരെയും നിശ്ചയിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ഞാൻ പറഞ്ഞ ഈ ആഴ്ച കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഓരോ ആൾക്കാരെ നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് അവർ പ്രഖ്യാപിക്കും. അതായത് കേരളത്തിന്റെ നിലവിലെ ചുമതല താങ്കൾക്കാണ്? അതെ. താങ്കളുടെ നേതൃത്വത്തിലായിരിക്കും കേരളത്തിൽ ഒരു TVKയുടെ കേരള ഘടകത്തിന്റെ രൂപീകരണം ഉണ്ടാവും? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുമ്പോൾ വ്യക്തിപരമായി താങ്കൾക്ക് ഒരു മുന്നണി സംവിധാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ സ്വതന്ത്രമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിന്റെ പ്രവർത്തനങ്ങൾ ആകൃഷ്ടരായിട്ട് ഏതെങ്കിലും മുന്നണി ഈ TVK ഞങ്ങളുടെ കൂടെ കൂടൂ എന്ന രൂപത്തിൽ ക്ഷണിക്കണം എന്നാണോ താല്പര്യപ്പെടുന്നത്? നമ്മൾ സ്വതന്ത്രമായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി പല ആൾക്കാരും പല രാഷ്ട്രീയ പാർട്ടിയെയും പോയി അതിലൊക്കെ മടുത്ത് ഇനി രാഷ്ട്രീയമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ യുവജനങ്ങൾ, അവർക്കാണെങ്കിൽ ഒരു രാഷ്ട്രീയം എവനെങ്കിലും നന്നായാൽ മതി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്വതന്ത്രമായി നിന്നുകൊണ്ട് സ്വതന്ത്രമായ ആശയങ്ങളും ചിന്താഗതിയും വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ കേരളത്തിൽ വേര് പിടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നാളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ നമ്മളോടൊപ്പം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവരെ സ്വീകരിക്കും. തീർച്ചയായും. അത് TVKയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 14 ജില്ലകൾ
ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം, വയനാട്, ഇടുക്കി, പാലക്കാട്, തൃശ്ശൂർ പോലെയുള്ള ജില്ലകളിൽ, തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ വിജയ് ഫാൻസ് വളരെ ശക്തമാണ്. ആ വിജയ് ഫാൻസും ഇപ്പുറത്ത് മുതിർന്ന താങ്കളെപ്പോലുള്ള രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ആളുകളും ഒരുമിച്ച് ചേരുമ്പോൾ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും. കാരണം ഈ വിജയ് ഫാൻസ് എന്ന് പറയുന്നവർ നമ്മൾ പൈസ കൊടുത്ത് അവർ വന്ന ആൾക്കാരല്ല. അവർക്ക് വിജയോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആശയത്തോട് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ഇഷ്ടം കൊണ്ടൊക്കെയാണ് അദ്ദേഹം അവരൊരു ആരാധന മൂത്ത് വന്നതാണ്. അല്ല നമ്മൾ കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെ ആരെയും മാറ്റി നിർത്താതെ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വലിയൊരു മുന്നേറ്റം, ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ തോട്ടം മേഖല, ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ, പാലക്കാടിൻ്റെ അതിർത്തി മേഖല, അതോ നീലഗിരിയോട് ചേർന്ന് നിൽക്കുന്ന വയനാടിൻ്റെ ഭാഗങ്ങൾ, തിരുവനന്തപുരത്തൊക്കെ നിലവിൽ AIADMKയ്ക്കും DMKയ്ക്കും പ്രവർത്തനം, എറണാകുളത്തടക്കം പ്രവർത്തനമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലയിടത്തും പാർട്ടിയുടെ കൊടിയെല്ലാം കാണാൻ കഴിയാറുണ്ട്. തോട്ടം മേഖലയിൽ അവർ സ്ഥാനാർത്ഥികളൊക്കെ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പം DMKയ്ക്കും AIADMKയ്ക്കൊന്നും കേരളത്തിൽ വലിയ പ്രസക്തി ഇല്ലാത്ത സാഹചര്യത്തിൽ അവരെ കൂടി ഈ TVKയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ADMKയ്ക്ക് അങ്ങനെ ആൾക്കാരില്ല. കാരണം ജയലളിത അമ്മ ജീവിച്ചിരുന്ന സമയത്ത് കേരളത്തിൽ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം 6 കൗൺസിലർമാർ കേരളത്തിലുണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ജയലളിത അമ്മ മരിക്കുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 6 കൗൺസിലർമാർ, അത് പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 6 കൗൺസിലർമാർ നമുക്കുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇത് സ്പ്ലിറ്റായ സമയത്ത് ADMK കംപ്ലീറ്റ് പോയി. പിന്നെ DMKയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അവർ തമിഴ്നാട് രാഷ്ട്രീയം മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ തോട്ടം മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ വളരെ കഷ്ടത്തിലാണ്. കാരണം ഞാൻ ഈ ഇടുക്കിയിൽ ഇതൊക്കെ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ അവരെ സഹായിക്കാൻ ആരുമില്ല. കാരണം അവർ ADMKയിൽ ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ മറ്റുള്ള കക്ഷികൾ അവരെ അടുപ്പിക്കില്ല. അപ്പോൾ അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ജൂൺ മാസത്തോടു കൂടി എല്ലാ മേഖലയും ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു മൂവ്മെന്റ് നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പം ആദ്യഘട്ടത്തിൽ 14 ജില്ലാ കമ്മിറ്റികളും നിലവിൽ വരും. തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനം നമ്മൾ തുടങ്ങി കഴിഞ്ഞു. കാരണം വലിയൊരു പബ്ലിസിറ്റി ഇല്ലെന്നേ ഉള്ളൂ. എല്ലാ ജില്ലകളിലും, ഇപ്പൊ കാസർഗോഡ് ആയാലും എല്ലാ ജില്ലകളിലും നമ്മൾ അതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഈ ആദ്യഘട്ടത്തിൽ ചാരിറ്റിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള വലിയൊരു മൂവ്മെന്റ്, എല്ലാ ഹോസ്പിറ്റല് കേന്ദ്രീകരിച്ച് ആംബുലൻസ് സർവീസ്, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ. അതൊന്ന് വ്യക്തതയ്ക്ക് വേണ്ടി, അതായത് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ആംബുലൻസ് ആണോ? അതെ, മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പാവപ്പെട്ടവർക്ക് സൗജന്യ യാത്ര, അങ്ങനെയുള്ളൊരു വലിയൊരു മൂവ്മെന്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അല്ല, അത്തരത്തിൽ വലിയൊരു ആംബുലൻസ് സർവീസ് ഒക്കെ കേരളത്തിലെ 14 ജില്ലകളിലും. അല്ല, ആദ്യം 14 ജില്ലയിൽ, ആദ്യം തെരഞ്ഞെടുത്ത 2-3 ജില്ലകളിൽ നമ്മളത് നടപ്പിലാക്കും. എന്നിട്ട് ക്രമേണ മറ്റുള്ള ജില്ലകളിലേക്ക് അത് വ്യാപിപ്പിക്കും. ഈ തമിഴ്നാട്ടിൽ വിജയ് നൽകിയ വലിയൊരു വാഗ്ദാനം ഞാൻ വായിച്ചിറങ്ങിയത്, അവിടെ കല്യാണത്തിന് പുടവയും 1 പവൻ സ്വർണവും നൽകുമെന്നാണ്. ഈ തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനത്ത്, 39 ജില്ലയുള്ള ഒരു സംസ്ഥാനത്ത് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം, KSRTCയിൽ സൗജന്യ യാത്ര സ്റ്റാലിൻ കൊണ്ടുവന്നതാണെങ്കിൽ അത് നടക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് നടക്കും. പക്ഷെ കേരളത്തിൽ അത് നടക്കുമെന്നുള്ളത് വളരെ നമ്മൾ കണ്ടറിയണം. അത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിലെ സൗജന്യ യാത്ര കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് വലിയ പാടായിരിക്കും. കാരണം കടത്തിന്മേ മുടിഞ്ഞിരിക്കുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമ്മൾ ഇനി കണ്ടറിയേണ്ടതാണ്. ഈ പ്രകടന പത്രികയിൽ തമിഴ്നാട്ടിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിജയ്ക്ക് കഴിയുമെന്നാണ്? തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ മദ്യശാലകൾ പൂട്ടുമെന്ന് പറഞ്ഞ് പൂട്ടിക്കഴിഞ്ഞു. ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു വരികയാണ്. ഇപ്പോൾ ഒരു 10 ദിവസമേ ആയുള്ളൂ അധികാരം ഏറ്റെടുത്തിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും എനിക്കൊന്നൊരു 7-8 കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ ജയിലുള്ളത് തുടങ്ങിയ അമ്മ ഉണർവകം, അതായത് അമ്മ ഉണർവകം എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ ഹോസ്പിറ്റലുകളിലും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പാവപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഈ സൗജന്യ ഭക്ഷണം, അതിപ്പോൾ വിജയ് നടത്താൻ പോവാണ്. ക്യാൻറ്റീൻ ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സൗജന്യ ഭക്ഷണം കൊടുക്കാനും അങ്ങനെയുള്ള വലിയൊരു പദ്ധതി അദ്ദേഹം അവിടെ നടപ്പിലാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം കേരളത്തിൽ ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒരു അജയ്യ ശക്തിയായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നൊരു വെല്ലുവിളി എന്താണ്? വെല്ലുവിളി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു എതിർപ്പൊക്കെ ആദ്യം ഉണ്ടാകുമായിരിക്കും. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ബാക്ക്ഗ്രൗണ്ട്, എല്ലാ ആൾക്കാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ട് അവരെ സന്തോഷം അവർ അറിയിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് ഇനി വരും കാലങ്ങളിലേ നമുക്കത് വിലയിരുത്താൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പ്രസ്ഥാനം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. സന്തോഷത്തോടു കൂടി തന്നെ ഈ എല്ലാ ജില്ലകളിലെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ, അതായത് ഈ ഒരു 14 ജില്ലകളിലെയും അതിൻ്റെ ഒരു തുടക്കം കുറിച്ച് വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു. പിന്നെ ഫാൻസിൻ്റെ സഹകരണം, എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു മൂവ്മെൻറ്റ് തന്നെയായിരിക്കും ജൂലൈ പകുതിയോടുകൂടി നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് വലിയൊരു മൂവ്മെൻറ്റ്, എല്ലാ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മൂവ്മെൻറ്റ്. അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ തമിഴ്നാട് CM-നെ പങ്കെടുപ്പിക്കണമെന്നാണ് ആഗ്രഹം. അദ്ദേഹം പങ്കെടുക്കും. അങ്ങനെ ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ച് വയ്ക്കുന്നുണ്ട്.
ഈ ഗ്രൗണ്ട് സ്റ്റഡി, കേരളത്തിന്റെ ഗ്രൗണ്ട് സ്റ്റഡി ഇതിനകം നടത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്? അല്ല, കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ മാതിരി ഒരു പുതിയൊരു പാർട്ടി ആൾക്കാർ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഈ LDF ആയാലും UDF ആയാലും BJP, ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് കാഴ്ചപ്പാടുള്ളൊരു പാർട്ടിയെ ആൾക്കാർ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ യുവജനങ്ങളായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാൽ പോലും. അത് എന്തായാലും അത് നമുക്കിപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അത് എളുപ്പത്തിൽ സാധ്യമാവുന്ന തീർച്ചയായിട്ടും. ഞാനത് എടുത്തു പറയാം. ഞാൻ തമിഴ്നാട്ടിൽ 5 വർഷം പ്രവർത്തിച്ച ഒരാളാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 5 വർഷം ഞാൻ ഉണ്ടായിരുന്നു. കേരളത്തിലും ഞാൻ അതുപോലെ പ്രവർത്തിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, തമിഴ്നാട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനേക്കാളും വളരെ ഈസിയാണ് കേരളത്തിൽ. നമ്മൾ പറയും പ്രബുദ്ധ കേരളം, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, തമിഴന്മാരാണെന്നൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല. തമിഴ്നാട്ടിൽ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുമെങ്കിൽ അതിനേക്കാളും ഈസിയാണ് കേരളത്തിൽ. ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം, ഇപ്പോൾ കണ്ണൂർ ജില്ല എടുത്ത് പരിശോധിക്കുമ്പോൾ CPM-ന്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. തൊട്ടപ്പുറം മലപ്പുറത്തേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു അതിപ്രസരമുള്ള ജില്ലയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എറണാകുളത്തേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു തട്ടകമാണ്. അങ്ങനെ പല ജില്ലകളിലും പല രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എങ്ങനെയാണ് TVK കടന്നു കയറാൻ കഴിയുക? കണ്ണൂർ നേരത്തെ പറഞ്ഞ കണ്ണൂർ CPM-ന്റെ അതൊക്കെ തകർന്നടിഞ്ഞില്ല. ഇപ്പോഴും പഴയ ആ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, TVK മുന്നോട്ട് വയ്ക്കുന്ന ആശയം പണ്ടത്തെ കാലമല്ല. പണ്ടാണ് ആൾക്കാർ അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഈ ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആര് നല്ല കാര്യം ചെയ്യും അവരെ കൂടെ നിൽക്കും. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇപ്പോഴത്തെ യുവജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർ ആ രീതിയിൽ അവർ ചിന്തിച്ചിട്ട് നല്ല കാര്യം ഈ പാർട്ടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാർട്ടിക്കൊപ്പം അവർ നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതായത് വിജയുടെ താരമൂല്യവും കേരളത്തിൽ നിങ്ങൾ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുമ്പോൾ വലിയൊരു മുന്നേറ്റമായി മാറാൻ കഴിയുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. എന്തായാലും എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയുണ്ടാകും. എല്ലാവിധ ആശംസകളും.